Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon. Sorry for the delay. Actually, I was sleeping. Good afternoon, ma'am. Okay. Good afternoon. Very good afternoon to all. Okay, we can start. നിങ്ങൾ prayer ഒക്കെ ചെയ്തോ? ഞാൻ വരാൻ ലേറ്റ് ആയാലും ഞാനെന്നല്ല ആര് വരാൻ ലേറ്റ് ആയാലും യു ക്യാൻ ലീഡ് ദ ക്ലാസ്. നിങ്ങൾക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മെത്തേഡ് അതാണ്. ദർ ഈസ് നോ ലീഡർ, അങ്ങനെയൊന്നുമില്ല. എവ്രി വൺ ക്യാൻ ലീഡ്. ഓക്കെ, അവിടെ ടീച്ചർ കുട്ടി എന്നൊന്നുമില്ല. ഓൾ ആർ ഈക്വൽ. സോ പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. തോട്ട് ഫോർ ദ ഡേ പറയാം, സൈൻ ഇൻ ചെയ്യാം, എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ ആരെങ്കിലും ജോയിൻ ചെയ്യും. ടുഡേ ആക്ച്വലി വാട്ട് ഹാപ്പൻ, ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസസ് ആയിട്ട് ഇത്തിരി അതിന്റെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു. Please, we can start. Prayer ചെയ്യാം. Prayer. Yes. പ്രയർ ഷഫീറ ആയിരുന്നു മാം. ഷഫീറ ജോയിൻ ആണോ? ഷഫീറ ഇല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ പറയാൻ കുഴപ്പമില്ല. ഞാൻ പറയാം. Wisdom, knowledge, and understanding. We ask you to bless us and our teachers. Fill us with your wisdom, knowledge, and understanding. We give us good health and protect us from all dangers of body and soul. Help our teachers to understand us and to deal with us gently. Help them to be guides to us and bring out the talent that is within us. Thank you. Okay, then sign in. സൈൻ ഇൻ ഞാനാണ് മാം. ഒരു ആക്ഷൻ സോങ് ആണ്. ബ്ലറാണോ? ഓക്കെ. Up in the blue sky, what do you see? Up in the blue sky, what do you see? Big stars and small stars are blinking like this. Blinking, blinking, blinking. La 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 la. Blinking, blinking, blinking. Ha 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 ha. Down in the deep sea, what do you see? Down in the deep sea, what do you see? Big fishes, small fishes swimming like this. Swimming, 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 la 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 la. Swimming, 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 ha 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 ha. Okay, thank you, ma'am. വെരി നൈസ്. മഞ്ഞ കുഞ്ഞിക്കാതൽ ചക്കിപ്പൂച്ചക്ക് ആണോ? ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്തെങ്കിലുണ്ടോ ഷെയർ ചെയ്യാൻ? Thought of the day ഉണ്ട്. Yes. Thought of the day ഉള്ള ആള് ജോയിൻ അല്ലാന്ന് തോന്നുന്നു. നിസ. ഓക്കെ ബ്രോ, കുഴപ്പമില്ല. ഞാൻ പറയട്ടെ മിസ്സേ? യെസ് പ്ലീസ്. All birds find shelter during rain, but the eagle avoids rain by flying above the clouds. Problems are common, but attitude makes the difference. APJ Abdul Kalam. Thank you. ഓക്കെ ഫാൻ, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. ഒന്നുമില്ല മാഡം. ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത സമയത്ത് ഒരു ലിങ്ക് അയക്കാന്ന് പറഞ്ഞിരുന്നു. അത് അയച്ചിട്ടില്ല. ഫസ്റ്റ് വെൽനെസിനെ കുറിച്ചാണോ? ടെക്സ്റ്റ് ഇല്ലാത്തൊരു ലിങ്ക് അയക്കാന്ന് പറഞ്ഞിരുന്നു. അയച്ചിട്ടില്ല. Okay, പിന്നെ thanks. നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സബ്ജക്ട് ഇട്ടിട്ടില്ല എല്ലാ ഗ്രൂപ്പില്. Okay. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ നിങ്ങളുടെ? ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ കഴിയാറേ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? തന്നിരുന്നു, ഞങ്ങൾ കണ്ടിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു.
സെക്കൻഡ് ചാപ്റ്ററിലും കണ്ടു. മാം അതിനകത്ത് എന്താ ഇപ്പം മാർക്ക് എങ്ങനെയാ എന്താ അന്നേരം തന്നെ കാണിച്ചായിരുന്നു. ആ അത് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്വയം തോന്നണം ഞാൻ എത്രത്തോളം ഈ ടോപ്പിക് അവെയർ ആണ്, അതിനെപ്പറ്റി തോന്നാൻ ഒരു പ്രാക്ടീസ്. വൺസ് മാർക്ക് കുറഞ്ഞു പോയി, നോ പ്രോബ്ലം, നിങ്ങൾക്ക് പിന്നെയും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ടേം എക്സാം, മെയിൻ എക്സാം വരുമ്പോൾ ഈ മോക്ക് ടെസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് അത് വീണ്ടും കയറിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾക്ക് സ്വയം തോന്നൂലോ എനിക്ക് എത്രത്തോളം ഇത് അവെയർ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂള്, അത്രയും. എനിക്കല്ല, നമ്മളുടെ ഓൺ ഇത് സെൽഫ് മനസ്സിലാക്കാനുള്ളത്. മാം അപ്പൊ മോക്ക് ടെസ്റ്റിന്റെ അത് ഫുൾ ടൈം അതിൽ ഉണ്ടാവില്ലേ, നമ്മുടെ ലാസ്റ്റ് കോഴ്സിന്റെ ലാസ്റ്റ് വരെയും? ഫുൾ ടൈം ഉണ്ടാവും. ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണോന്ന് വിചാരിച്ചിട്ടേ. വേണ്ട, അതിലുണ്ടാവുമല്ലോ അല്ലെ? ഇത് കാണും. പിന്നെ ചിലര് ചിലപ്പോ 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എഴുതിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ എഴുതുമ്പോ കുറെ കൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുമല്ലോ, സമയം ഉണ്ടെങ്കിൽ. ഞാനപ്പോ അതിങ്ങനെ ഒപ്പം നോട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ചെയ്ത് വെച്ചു. അപ്പൊ അത് നമുക്ക് നോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കല്ലേ വേണ്ടി വരുള്ളൂ. അതെ, ഒരു നോട്ട്ബുക്കോ ഡയറിയോ എടുത്തിട്ട് എല്ലാ ഓപ്ഷൻസും കൂടെ എഴുതി വെക്കുക. എന്നിട്ട് ടിക്ക് ചെയ്ത് പോവുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അതെ. സമയമുള്ളവരുടെ കാര്യം ചിലർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയെന്ന് വെച്ചാൽ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കണേ, മൊബൈൽ സ്പേസ് ഉണ്ടാവില്ലല്ലോ. കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ലിങ്ക്. ലെവന് ഞാൻ കണ്ടിരുന്നു കോൺവെക്കേഷന്. യെസ് ഷംന, ഐ ഡു റിമെമ്പർ. യെസ്, എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഏത് ബാച്ച് ആണെന്നുള്ളത് ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് യൂണിറ്റിൽ നിൽക്കുകയാണ് അല്ലെ? സെക്കൻഡ് യൂണിറ്റ് തീരാറായോ? ഇനി The roles of school in health education. ഇവിടെ അല്ലേ 7ാമത്തെ പേജ്. അത് ഇനി എടുക്കണം. ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലല്ലോ. ഒരെണ്ണം തന്നു, ഫസ്റ്റ് റെക്കോർഡിന് തന്നിട്ടുണ്ട്. മൈ കളക്ഷൻ ബുക്ക് തന്നു. മാത്രം തന്നു. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? ചെയ്തു. ഞാൻ ഫോർത്തും കൂടെ തരുവാണ്. യെസ്, ഫോർത്ത് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കൂടെ തരുവാണ്. കാരണം അതും എളുപ്പമാണ്. ഫസ്റ്റും ഫോർത്തും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവുള്ളൂ 2 റെക്കോർഡ് ഒരുമിച്ച് കഴിയുമ്പോൾ. സെക്കൻഡിനും തേർഡിനുമാണ് നമുക്ക് ഇച്ചിരി ടൈം എടുക്കുന്നത്. വേറൊന്നുമല്ല, അത് റൈമും സ്റ്റോറിയുമാണ്. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏകദേശം ഒരു 90%. ചിലത് മാത്രമാണ് നമുക്ക് അല്ലാതെ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം തന്നെത്താനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒട്ടും ടെൻഷൻ വേണ്ട. കാരണം എല്ലാവരും പറയോ എനിക്ക് അതിനുള്ള കഴിവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. നമ്മൾ ഇച്ചിരി ഒന്ന് മൈൻഡ്ഫുൾനെസ് ഒക്കെ, അതായത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഒന്ന് ഇത്തിരി നേരമൊക്കെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഭാവന വരും കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാൻ സെക്കൻഡും തേർഡും ഫസ്റ്റും ഫോർത്തും. അത് ഇംഗ്ലീഷിലല്ലേ ചെയ്യണ്ടേ? അതെ, സിമ്പിൾ ഇംഗ്ലീഷ് അല്ലേ? കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാകാനുള്ള റൈമാണ്. ഒരു 4, 5, 6 മാക്സിമം ഒരു 12 ലൈൻസ്, അതിൽ കൂടുതൽ വേണ്ട. അത് റൈമിംഗ് വേർഡ്സിൽ വരുവാണെങ്കിൽ നല്ല രസമാണ്. ഇപ്പം പേര് ആക്ഷൻ സോങ് കാണിച്ചില്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തില്ലേ. അതുപോലെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് മതി. അത് ഞാൻ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പലതും നമ്മൾ കേട്ട ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് വെച്ച് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി. ഫോർ എക്സാമ്പിൾ, കഥ എഴുതാനായിട്ട് പറഞ്ഞപ്പോഴേ നമ്മുടെ ആമയും മുയലിന്റെയും ഓട്ടമത്സരം നമ്മൾ നമ്മുടെ കുഞ്ഞിലേ തുടങ്ങി കേൾക്കുന്നതാണ് അല്ലെ? നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിന് പല പല വേർഷൻസും വന്നു. അപ്പം ഒരു കുട്ടി എഴുതിയത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതിയത് കേട്ടോ. ശരിക്കും ഓട്ടമത്സരം തന്നെ എഴുതി തുടങ്ങിയപ്പോ അതിനകത്ത് മുയൽ ഇങ്ങനെ ഫെയിൽ ആകുന്നു, അങ്ങനത്തെ കേസസ് ഒക്കെ വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മത്സരം, കോമ്പറ്റീഷൻ അവർ വെക്കുവാണ്. ഇപ്രാവശ്യം ഓട്ട മത്സരമല്ല, സ്വിമ്മിങ്. നല്ല രസമായിട്ട് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. സെയിം ക്രോ ആൻഡ് എന്താ പറയാ പോട്ട്, ആ ഒരു സ്റ്റോൺ ഇട്ടു, അത് സെയിം പറയാതെ കുറെ കൂടെ ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് ക്രോക്കഡൈൽ ആൻഡ് മങ്കി സെയിം എഴുതി വെക്കരുത്. നമ്മളൊരു കൺസെപ്റ്റ് മാറ്റുക. മറ്റേ സോർ ഗ്രേപ്സ്, മറ്റേ ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ് എന്നുള്ളതുണ്ടല്ലോ, അത് അതേപടി എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾ. പക്ഷെ അതിലൊരു ക്രിയേറ്റിവിറ്റി ചെയ്തു, ഫോക്സ് കാലം കുരങ്ങനെയാക്കി. അങ്ങനെയൊന്നും ചെയ്യാതെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് അങ്ങനെ. ഇപ്പൊ ആമയും മുയലും തമ്മിൽ സ്വിമ്മിങ് കോമ്പറ്റീഷൻ
ഒരു നല്ലൊരു മെസ്സേജ് വരുന്നുണ്ട്. ഹാപ്പി ഗുരു പൂർണിമ ഡേ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഐ വാസ് റണ്ണിങ് ഓൾ ദ ടൈം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്ന ദിവസമാണ്. ഹസ്ബൻഡിന്റെ അച്ഛൻ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ നൈറ്റ് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ക്ലാസ് ഒന്ന് ഇതാവണം എന്നൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ അതാണ് ഞാൻ ഓടി വന്നത്. സംടൈംസ് ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ എനിക്ക് ഡേ ടൈം നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ആ ക്ലാസ് ക്യാൻസൽ ചെയ്യും. നിങ്ങളുടെ ക്ലാസ് പോയി എന്ന് വിചാരിക്കേണ്ട. ഒരു കോമ്പൻസേറ്ററി ക്ലാസ് ചിലപ്പോൾ നൈറ്റിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ ഒരു ഹാഫ് ആൻ അവർ എക്സ്റ്റെൻഡ് ചെയ്തോ അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അല്ലാണ്ട് ക്ലാസ് പോവില്ല. മിസ്സിനെ കണ്ടപ്പോഴേ നല്ല ക്ഷീണം തോന്നി. രാത്രി ഉറക്കമൊന്നും ശരിയാവണില്ലല്ലോ എന്നുള്ളൂ. മിഞ്ഞാന്ന് ഉറങ്ങിയിട്ടില്ല. മിഞ്ഞാന്ന് കാഷ്വാലിറ്റിയുടെ മുമ്പിലായിരുന്നു രാത്രി. ഇങ്ങനെ കസേരയിൽ തന്നെ ഇരിക്കുവായിരുന്നു. കാഷ്വാലിറ്റിയിലെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മള് മേടിച്ചു പോകും. പിന്നീടാണ് അതിന്റെ ഒരു പിക്ചർ കിട്ടിയത്. അതായത് കാഷ്വാലിറ്റിയിൽ നൈറ്റ് ലെസ്സാണ്. എന്തായിരുന്നു മിഞ്ഞാന്ന് എന്ത് ദിവസമായിരുന്നു? മൺഡേയോ ട്യൂസ്ഡേയോ എന്തായിരുന്നു? പണിമുടക്കിന് മുന്നിലുള്ള ദിവസം ട്യൂസ്ഡേ. ഞാൻ പകല് ക്ലാസ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് അവര് ദൂരെയാണേ, കായംകുളത്ത് അവരെ വിളിക്കാനായിട്ട് പോയിട്ട് അവരെ വിളിച്ച് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ബുദ്ധിമുട്ട് കൂടി കാറിൽ വെച്ചിട്ട് ഞാൻ വേഗം ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലേക്ക് ചെന്ന് കാഷ്വാലിറ്റിയിൽ അന്ന് ഒബ്സർവേഷനിലാണല്ലോ, ഡോക്ടേഴ്സ് എല്ലാം പോയല്ലോ, ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു 4-5 ഡോക്ടർ. നമ്മള് ചെയറിലൊന്നും ഇരിക്കും, ഒന്ന് പതുക്കെ ഇങ്ങനെ കണ്ണടഞ്ഞു വരും. നല്ല യാത്രയും 3 hours അങ്ങോട്ട് ജേർണി ചെയ്തു, 3 hours ഇങ്ങോട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. വീണ്ടും നമ്മുടെ കണ്ണടയുമ്പോൾ അടുത്ത ആളൊന്ന് ചോദിക്കും. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോഴേ നമ്മുടെ കാരണം നമ്മൾ ഭയങ്കര ആൻസൈറ്റി, ടെൻഷൻ ആവും. പ്രശ്നമാണോ എന്ന്. ഇവര് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അവർക്ക് ഒരു പേഷ്യന്റിനെ കിട്ടുമ്പോ ആ ഹിസ്റ്ററി എഴുതി വെച്ച് പഠിക്കാന്ന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. 1 മണി, 2 മണി, 2:30, 3 മണി, 5 മണി, 6 മണി വരെ കലാപരിപാടി നടന്നു. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ല. ആ ദിവസം ഉറങ്ങിയില്ലായിരുന്നു. കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇന്നലെ പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് ഹോസ്പിറ്റലും അല്ലേ, എപ്പോഴെങ്കിലും ICUലാണ് വെച്ചത്. കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിൾ ആവുന്നുണ്ട്. ഡയബറ്റിക് ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഇച്ചിരി യൂറിന്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്നു. അപ്പൊ ഇങ്ങനെ പിന്നെ പിന്നെയും വിളിക്കും. അങ്ങനെ നമ്മൾക്ക് ഉറക്കം ശരിയാവുണ്ടായില്ലേ. ഇപ്പൊ നൈറ്റ് ചെയ്യാൻ പോണം. ഹസ്ബൻഡിന് നല്ല പനിയാണ്, അത് കാരണം ആൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ പോവാം, അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പൊ എന്റെ ചേച്ചി അവിടെ ഉണ്ട് കൂടെ. അത് കാരണം ഞാൻ ചെന്നിട്ട് വേണം ചേച്ചിക്ക് പോകാൻ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അത് കോമ്പൻസേറ്ററി ക്ലാസ് തന്നെ കിട്ടും. അതൊരു ദിവസം നൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സെഷനിൽ കൂടെ ഹാഫ് ആൻ അവർ, അതൊക്കെ ഡിപ്പെൻഡ്സ് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച്. എന്റെ മാത്രമല്ല, യുവർ കൺവീനിയൻസ് ഓൾസോ. സോ നമുക്ക് എനിക്ക് തോന്നുന്നു റെക്കോർഡ് ഡീറ്റെയിൽസ് തന്നിട്ട് പോർഷനിലേക്ക് പോകാം. പോർഷൻ ചിലപ്പോൾ തീരില്ല. റെക്കോർഡ് ഡീറ്റെയിൽസ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് റെക്കോർഡിന് എന്തായാലും കുറെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണല്ലോ. അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ 4th one കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരുമിച്ച് ചെയ്യാം. എന്നോട് ഒരു മെസ്സേജ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പറഞ്ഞു മാം. എന്താ ഇപ്പം ജീവനല്ലേ മാം പറഞ്ഞത് ചെയ്യാന്? ഇനി അടുത്തത് ഏതാ പറയുന്നത്? മറ്റേ മൈ കളക്ഷൻ ബുക്കിനകത്താണോ ഈ പറയുന്നത്? മൈ കളക്ഷൻ ബുക്ക് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് തന്നില്ലേ? അതിനകത്ത് ഇനി ഒന്നും ഇല്ലല്ലോ. ഞാൻ ഫുൾ തന്നില്ലേ? അപ്പൊ എന്താ വേണ്ടേ? എനിക്ക് 1 സൈഡ് വരയിടാത്തതും 1 സൈഡ് വരയിട്ടതുമാണ് ഫുൾ ബുക്സും കിട്ടിയത്. അതിന് പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഇല്ല. 2 സൈഡും വരയില്ലാത്തതാണ്. ഓക്കെ. ഞാൻ ഈ ഇതിനകത്തൊരു മെസ്സേജ് എടുക്കുന്നുണ്ട് പാർവതിയുടെ. അപ്പൊ വരയിട്ടതിൽ പിക്സ് ഒട്ടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പാർവതി. നമ്മളിങ്ങനെ പിക്സ് ഒട്ടിക്കുമ്പോ അതിന്റെ ബാക്കിലൂടെയും ഇങ്ങനെ വര കാണുമ്പോഴുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് 4th റെക്കോർഡ് ചിലത് നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. വരയിട്ടതിന്റെ മുകളിലൂടെ അങ്ങനെ വരയ്ക്കുമ്പോ അതൊരു സുഖമില്ലല്ലോ, ഒന്നാലോചിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നോക്കാം. 4th റെക്കോർഡിന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഒരു 4-5 എണ്ണം ഒക്കെയാണ് വരയ്ക്കേണ്ടത് ഉള്ളതെങ്കിൽ നമുക്ക് പ്ലെയിൻ പേപ്പറിൽ വരച്ചിട്ട് ആ പേജിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചാലും മതി. ഈ വരയ്ക്കേണ്ട ചില കേസസ് വന്നു. 1 സൈഡ് ലെഫ്റ്റ് സൈഡാണ് നമുക്ക് എന്താ വരയിടാത്തത് വരുന്നത്, പ്ലെയിൻ അല്ലേ? അപ്പൊ അവിടെ അങ്ങനത്തെ പിക്ചേഴ്സ് ഒട്ടിക്കേണ്ടി വരാം. അത് നമുക്ക് അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല, മാറ്റമൊന്നും വേണ്ട. ഓക്കെ. എല്ലാം വരയിടാത്തതാണോ കിട്ടിയത്? ആർക്ക്? ഹൈറുനിസിയാണോ പറഞ്ഞേ? എല്ലാം വരയിടാത്തയാണോ? എല്ലാം വരയിടാത്തല്ല. അപ്പൊ ഞാൻ കളക്ഷൻ ബുക്ക് വാങ്ങിയിട്ട് വരയില്ലാത്താണ് 2 സൈഡും.
കുഴപ്പമില്ല, നമുക്ക് കളക്ഷൻ ബുക്കിന് ആദ്യത്തെ 2-3 ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ എഴുതാനുള്ളത്. ബാക്കി മുഴുവനും പിക്ചേഴ്സ് ഒട്ടിക്കാനുള്ളതാണ്. സൈഡിൽ ഒട്ടിക്കണ്ടല്ലോ പിക്ചേഴ്സ്? പിക്ചേഴ്സ് ഫുള്ള് സാധാ പോലെ ഒട്ടിച്ച് പോയാൽ പോരെ? പേജ് എഴുതിയതിന്റെ സൈഡിൽ ഉണ്ടല്ലോ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒട്ടിക്കാം. കാരണം നമുക്ക് ഇനി ഒന്നും എഴുതാനില്ല, എല്ലാം പേസ്റ്റ് ചെയ്യാനുള്ളത്. കട്ട് ആൻഡ് പേസ്റ്റോ വരയ്ക്കാൻ പറ്റുന്നവർ വരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഏതൊരു ബാച്ചിൽ ഒരു കുട്ടി ചോദിച്ചു ഏതെങ്കിലും ഒരെണ്ണത്തിനെ കുറിച്ചിട്ട് എല്ലാത്തിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സ്പേസ് ഉണ്ടെങ്കിൽ, പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് പേജ് ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഡൗട്ട് ലാസ്റ്റ് ചോദിക്കാന്ന് സുരമി. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ 4th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറയാം. ഈ റെക്കോർഡിന്റെ PDF ഷെയർ ചെയ്തിട്ടില്ലേ? ഇല്ല മാം, PDF ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. ഇതിങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനതിപ്പോ തന്നെ കൊടുത്തേക്കാം. ഇപ്പൊ തന്നെ കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നീട് വിട്ടുപോകും. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന എപ്പോഴാണ് മാം? സബ്മിഷൻ എന്നുള്ള കാര്യം നമ്മളിപ്പോ പറയില്ല. റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്, റെക്കോർഡ് വാല്യൂ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് വൈവ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഈ വർക്ക് തന്നിരിക്കുന്ന അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, റെക്കോർഡ് റൈറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ്. ഇതൊക്കെ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുക? അതല്ലേ പറഞ്ഞത് ഹൈറൻഡിസ, സബ്മിഷൻ ഇല്ല, വൈവയ്ക്ക് ചെല്ലുമ്പോൾ കൊണ്ടുപോയാൽ മതി. വൈവ ഓൺലൈൻ ആയിരിക്കും. ലൈക്ക് ഗൂഗിൾ മീറ്റിലൂടെയാണ് വൈവ. 1-to-1 ഇതുപോലെ പ്ലാറ്റ്ഫോം 1-to-1 ആയിരിക്കും. വൈവ അറ്റൻഡ് ചെയ്യുന്ന ട്രെയിനിയും ആ ഒരു ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. റെക്കോർഡിംഗ് ഉണ്ടാവില്ല. 10 minutes ആയിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ എല്ലാ വർക്കും, റെക്കോർഡ്, അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, എന്നൊരു സർവേ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ഈ സർവേ ഇതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതിനെല്ലാം മാർക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ സ്പ്ലിറ്റപ്സ് മാർക്ക് തന്നിട്ടുണ്ടോ? തിയറി ആൻഡ് പ്രാക്ടിക്കൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഡിപ്ലോമയുടെ PGയുടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ? ഡിപ്ലോമയ്ക്ക് 6 തിയറി പ്ലസ് ഇംഗ്ലീഷ്, അങ്ങനെ 7 തിയറി. PGക്ക് 8 തിയറി പ്ലസ് ഇംഗ്ലീഷ്. അങ്ങനെ നോട്ടൊന്നും ചോദിക്കില്ല. നോട്ട് ഉണ്ടാക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രാക്ടിക്കലിന് ഒരു ഡിവിഷൻ ഉണ്ട് മാർക്സിന്റെ. അതിനകത്ത് റെക്കോർഡ്, അസൈൻമെന്റ്സ്, റിപ്പോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. ടീച്ചിങ് പ്രാക്ടീസ് അങ്ങനെയുള്ള കാര്യം വരും. വൈവയുടെ മാർക്ക് തന്ന ഓവറോൾ പെർഫോമൻസിന്റെ മാർക്ക് അതെല്ലാമാണ് വരുന്നത്. ഈ ഒരു ടൈമില് ഇത് തീർന്നില്ല എന്ന് കരുതിയിട്ട് പേടിച്ച് മാറിയിരിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ തന്നെ ഈ വർക്കുകൾ തന്നു പോകുന്നത്. ഇത് ചെയ്യാം. പിന്നെ നമ്മൾക്കൊരു കാര്യം, ഒരു ചെറിയ ചേഞ്ച് ഫ്രം പ്രീവിയസ് ബാച്ച്, അത് 8th ബാച്ച് തുടങ്ങിയാണ് ആ ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മൾ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് 4 പാർട്സ് ആണ്. അതിലെ 4 പാർട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മോഡ്യൂൾ 3 ആയ, മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണല്ലോ, മോഡ്യൂൾ 3 ആയ പ്രാക്ടിക്കൽ സെഷൻ. അതിൽ എക്സാം ഒന്നുമില്ല, അത് പ്രാക്ടിക്കലാണ്. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത അപ്പാരറ്റസിനെ കുറിച്ചുള്ളതാണ്. അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന്റെ പ്രാക്ടിക്കൽസ് നടത്തുന്നതും. അതിനുശേഷമാണ് പ്രാക്ടിക്കൽ കഴിയുമ്പോഴാണ് വൈവ. അപ്പോൾ ഏറ്റവും അവസാനം വൈവ ചെയ്യുമ്പോൾ, വൈവയും ഈ പ്രാക്ടിക്കൽസ് നടത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കോഴ്സ് ഡിലേ ആകാനായിട്ട് ചാൻസ് വരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ മോഡ്യൂൾ 1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 4 പാർട്സ്. നമ്മളിപ്പോ പാർട്ട് 1ലെ പോർഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ട് 3 ആണ് നമ്മുടെ കോർ ടോപ്പിക്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട് 3 എന്ന് പറയുന്നത് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അത് വരുന്നതാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ പാർട്ട് 3 നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ മോഡ്യൂൾ 3 പാർട്ട്, അതിലെ ആ ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. കാരണം പാർട്ട് 3 മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമ്മൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് ഇതിന്റെ ഒപ്പം പോകുമ്പോൾ നമുക്ക് നല്ലപോലെ
അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്തിനാ മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്നത്? അത് നമ്മള് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ ലേണിംഗ് പ്രോസസ് മോണ്ടിസോറി മെത്തേഡ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് പാർട്ട് 3 എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രാക്ടിക്കൽസും അതിനൊപ്പം തന്നെ ചെയ്തു പോകും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ, അങ്ങനെ ഈ പാർട്ട് 3യുടെ തിയറി പാർട്ട് എടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ തന്നെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഒപ്പം ആ മെറ്റീരിയലിന്റെ ഡെമോ കാണിക്കലും, നമ്മള് ഓൺലൈനായിട്ട് ഡെമോ ഓരോ മെറ്റീരിയൽ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരും. അതിന്റെ ഒപ്പം തന്നെ അത് കഴിയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. കുറെ പേര് ദൂരെ ആയിരിക്കാം, കുറച്ചു പേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ പറ്റുന്നുണ്ടാവില്ല, കൊച്ചുകുട്ടികൾ, അങ്ങനെ ഫാമിലി ഇഷ്യൂസ് അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ മാക്സിമം വരാൻ പറ്റുന്നവര് ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിക്വസ്റ്റ്. വേറെ ഒന്നുമല്ല, മോണ്ടിസോറി മെറ്റീരിയൽസ് പലതും കണ്ടും തൊട്ട് നോക്കിയും ചെയ്ത് നോക്കിയും ചെയ്യുമ്പോഴാണ് ക്ലാരിറ്റി കിട്ടുള്ളൂ. നിങ്ങൾ നാളെ ഒരു മോണ്ടിസോറി സ്കൂളിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ മെറ്റീരിയൽസ് വെച്ചിട്ട് ആ പ്രാക്ടിക്കൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി ഒട്ടും വരാൻ പറ്റില്ല, അത്ര ദൂരെയാണ്, പല ബുദ്ധിമുട്ടുകളുള്ളവര് നോക്കുക, തൊട്ടടുത്ത് എവിടെയെങ്കിലും മോണ്ടിസോറി മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉള്ള സ്കൂൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ, എനിക്കൊന്ന് വന്ന് കാണാൻ പറ്റുമെന്ന് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെയെങ്കിലും പോവാം. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ചെയ്ത് കാണിക്കും, പക്ഷെ വീഡിയോ കാണുന്നതിനേക്കാളും തന്നെത്താൻ അത് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ ആ പ്രാക്ടിക്കൽസ് നമ്മളുടെ കഴിഞ്ഞാൽ വൈവ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആക്ടിവിറ്റീസ് ഒന്നും പെൻഡിങ് ആക്കല്ലേ, എല്ലാം കുറേശ്ശെ ആയിട്ട് ചെയ്ത് പ്രാക്ടിക്കൽ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഫിനിഷ് ആകുന്ന രീതിയിൽ വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ 4th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയാം. ഒന്നെടുത്തോട്ടെ. ഞാൻ എന്റെ റെക്കോർഡ് എടുക്കട്ടെ, അത് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇത് ഓരോന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ചെയ്ത രീതി കാണിച്ചു തരാം, അപ്പൊ ഒരു ഐഡിയ കിട്ടുമല്ലോ. നമ്മള് കുട്ടികൾക്ക് കളിക്കുടുക്ക, മാജിക് പോട്ട്, അങ്ങനത്തെ ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലെ. നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ബാലരമ, പൂമ്പാറ്റ, അങ്ങനത്തെ കുട്ടികളുടെ മാസിക കുട്ടികളെല്ല വലിയവരും വായിക്കും. ഇപ്പോഴും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ വായിക്കാൻ. നമ്മുടെ കുട്ടിക്കാലമൊക്കെ അതായിരുന്നു, ഡിജിറ്റൽ വേൾഡ് ആയിരുന്നില്ല. ബോബനും മോളിയും ബാലരമയും പൂമ്പാറ്റയും ഇപ്പൊ സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ കുട്ടിക്കാലങ്ങൾ. ഇപ്പോഴാണ് ഈ ഡിജിറ്റൽ വേൾഡിൽ പെട്ടുപോയത് കുഞ്ഞുങ്ങള്. ഈ റെക്കോർഡുകൾ ചെയ്യുമ്പോൾ, ഫസ്റ്റും 4th ആണെങ്കിലും ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, പ്രായമായവരുണ്ടെങ്കിലും, നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ട്, എല്ലാവരും കൂടെ നിങ്ങൾക്ക് ഇന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെട്ടെന്ന് തീരും. പക്ഷെ അവരെ ഏൽപ്പിച്ചിട്ട് പോകരുത്, നമ്മളും അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പം നമ്മുടെ റെക്കോർഡാണല്ലോ, വർക്ക് ഏൽപ്പിച്ചിട്ട് പോകരുത്. അപ്പൊ അങ്ങനെ ചെയ്യാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ ഈ പറയുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മാറ്റി വെക്കും. അവരതിൽ അഡിക്റ്റഡ് ആയതുകൊണ്ടല്ല അത് എടുക്കുന്നത്, അവർക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണല്ലോ. നമുക്കത് ചെയ്യാം. അപ്പൊ അവരുടെ കുറെ ഐഡിയയും കിട്ടും, നമ്മുടെ കുറെ ഐഡിയയും കിട്ടും. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അതുപോലെ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഇതൊരു പിക്ചർ ആണ്. ഈ പിക്ചറിന്റെ ചില പാർട്സ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അത് ഫിനിഷ് ചെയ്തതിന് ശേഷം കളർ, ഇമാജിനേഷൻ അനുസരിച്ച് കളർ. പിന്നെ ഈ ഒരു ആക്ടിവിറ്റിയുടെ കാര്യം പറയാം. ഇതൊരു ക്വസ്റ്റ്യൻ മാത്രമുള്ളതാണ്, ഒന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതില്ല.
എന്താണോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത് ആ രീതി മാത്രം ചെയ്താൽ മതി. ഇത് ഫുൾ നമ്മൾ കളർ ചെയ്യോ ഫിനിഷ് ചെയ്യോ ഒന്നും ചെയ്യണ്ട. നമുക്ക് കിട്ടുന്ന കളിക്കുടുക്ക അങ്ങനെയല്ലേ, അതെല്ലാം കുഞ്ഞുങ്ങളല്ലേ തന്നെ ചെയ്യുന്നത്. നമ്മളുടെ ഒരു എൻസൈക്ലോപീഡിയ, നമ്മുടെ ഒരു റെഫറൻസ് ആണ് നമ്മുടെ റെക്കോർഡും അസൈൻമെന്റും എല്ലാം. അത് വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികളാണെങ്കിലും ഇതിൽ വന്ന് കുത്തി വരയ്ക്കാനായിട്ട് നമ്മൾ സമ്മതിക്കണ്ട കേട്ടോ. അത് അവർക്ക് വേറൊരു പേപ്പറിൽ നമുക്കൊരു കംപ്ലീറ്റ് ആവാത്ത പിക്ചർ കൊടുത്തിട്ട് അവരോട് ചെയ്യാൻ പറയാം. ഈ റെക്കോർഡ് ബുക്ക് തന്നെ നമ്മുടെ സ്വന്തമാണ്, ആർക്കും കൊടുക്കണ്ട. ഞാനൊരു ഇമോജി ഇങ്ങനെ കാണുന്നു കരഞ്ഞുകൊണ്ട്. വാട്ട് ഹാപ്പൻഡ്? എനി പ്രോബ്ലം? നോട്ട്ബുക്ക് വൈവയ്ക്ക് വെക്കണ്ട. ഞാൻ ആരുടെയാണെന്നറിയില്ല, ഒരു ഇമോജി ഇങ്ങനെ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ കരയുന്ന ഇമോജി കാണുന്നു. ഇനി ഇഷ്യൂസ് പ്ലീസ് ഷെയർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, കംപ്ലീറ്റ് ആകാത്ത ഒരു പിക്ചർ. ഞാൻ വരച്ചിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ കാർട്ടൂൺ ക്യാരക്ടർ മിക്കി മൗസിനെയാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം മിക്കി മൗസിന്റെ ഒരു ചെവിയിൽ ഞാൻ ഡോട്ടഡ് ലൈൻസാ ബ്രോക്കൺ ലൈൻസാ കൊടുത്തിരിക്കുന്നത്. ആളുടെ കയ്യിലൊരു ഷുഗർ ക്യാൻഡി ഉണ്ട്, അതിന്റെയും കുറച്ച് ഭാഗം ഡോട്ടഡ് ലൈൻസ് ആണ്. പിന്നെ ആളുടെ കഴുത്തിലൊരു ബിബ് ഉണ്ട്, അതും ബ്രോക്കൺ ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഗോൾഡ് ലൈൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിക്ചർ കംപ്ലീറ്റ് ആയി. പിന്നെ ഓർക്കുക, നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. സോ അത് കുട്ടികളുടെ ആ ഏജിനനുസരിച്ചുള്ളതായിരിക്കണം, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. വലിയ പാർട്സ് ഉള്ള പിക്ചർ ആണെങ്കിൽ ഇവർക്ക് കളർ ചെയ്യാനും ഡോട്ടർ ലൈൻസ് ജോയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരുന്ന പിക്ചർ കൊടുക്കാതിരിക്കുക. അതെന്ന് വെച്ചാൽ അവർക്ക് കളർ ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒന്നും കൂടെ കാണിക്കാവോ? കാണിക്കാം. ഈ സെയിം പിക്ചർ തന്നെ നിങ്ങൾ വരയ്ക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം കേട്ടോ. ഇച്ചിരി കളർ ചെയ്യാൻ. ഇത് എന്താ ഇങ്ങനെ ഡോട്ടഡ് വരുന്നത് മേടിച്ച് ഒട്ടിക്കണോ അല്ല വരയ്ക്കണോ? ഒന്നും വേണ്ട, ഇത് കംപ്ലീറ്റ് ആക്കണ്ട. ഈ വർക്കുകൾ നമ്മൾ ഈ പിക്ചറിന്റെ അവിടെ കംപ്ലീറ്റ് ആക്കാതെ ഇടുക, ബ്രോക്കൺ ലൈൻസിൽ ഇടുക. ഇതാണ് ക്വസ്റ്റ്യൻ, അത് ആൻസർ ചെയ്യണ്ട. ആൻസർ ചെയ്യോ കളർ ചെയ്യോ ഒന്നും വേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്നിട്ട് നമ്മളെ റെക്കോർഡിനകത്ത് ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇങ്ങനെ വരച്ചു വെച്ചാൽ മാത്രം മതിയോ? മാത്രം മതി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ വേർഡ് പസിൽ ആണ്. അത് ഞാൻ ഒരെണ്ണേ എഴുതിയിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും എഴുതാം, കാരണം ഈ ബുക്ക് എന്റെ റെക്കോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ലെഫ്റ്റ് സൈഡ്. വായിക്കുന്ന ക്വസ്റ്റ്യൻസ് എവിടെയാണ് നമുക്ക് പറഞ്ഞുതരൂ? കാണുന്നില്ലേ? ഞാൻ ഷെയർ ചെയ്തിട്ടില്ലേ? ഇതില് ഗിവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അതൊക്കെ ഞാൻ ഫസ്റ്റ് വണ്ണ വായിച്ചത്. നമുക്ക് പേസ്റ്റ് ചെയ്യാം, ഡ്രോ ചെയ്യാം. ചിലർക്ക് വരയ്ക്കാൻ അറിയുന്നവരുണ്ടാവും, അവർക്ക് വരയ്ക്കാം. എന്തെങ്കിലും ബേർഡ്സ്, അനിമൽസ്, എന്ത് പിക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫ്ലവേഴ്സ് വേണോ, ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തരും. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസും കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ഡിപ്ലോമയുടെ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. PG തുടങ്ങാറാകുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മോഡ്യൂൾ 1 പാർട്ട് 3 ആകുമ്പോഴാണ് PG കുട്ടികൾക്ക് PG തുടങ്ങുന്നത്. അത് ചിലപ്പോൾ പ്രീവിയസ് ബാച്ചും നെക്സ്റ്റ് ബാച്ചും കൂടെ കമ്പൈൻഡ് ആയിരിക്കും. അപ്പൊ വേറൊരു ഗ്രൂപ്പ് അവർക്ക് മാത്രമേ ഉണ്ടാവും. അതിനകത്ത് PGയുടെ ഡീറ്റെയിൽസ് വരും കേട്ടോ. അത് ആവും, ആ ഒരു പോർഷൻ ആവുമ്പോഴാണ് നമ്മൾ PG സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഇത്. ഇനി ഒരു പിക്ചർ അല്ല, 2 പിക്ചർ ഒട്ടിക്കണം. ഇപ്പുറത്തെ സൈഡ് ബ്ലാങ്ക് അല്ലേ, ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചു വെക്കാം. കൂടുതൽ ആക്ടിവിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫർ ചെയ്യാൻ നന്നായിരിക്കും. ഇനി വേർഡ് പസിൽ ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം, കുറെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. വേർഡ് പസിൽ വന്നിരിക്കുന്ന there are 4 animals or birds എന്ത് വേണമെങ്കിലും ഹിഡൻ ഇൻ ദ ആൽഫബറ്റ് ഷോൺ, ട്രേസ് ദം. നിങ്ങൾ അനിമൽസിന്റെ ആണ് വേർഡ് കൊടുക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ കുട്ടികളോട് ചോദിക്കേണ്ടത് 4 animals ഹിഡൻ ഇൻ ദ ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. കുഞ്ഞുങ്ങളായതുകൊണ്ട്, ചെറിയ കുട്ടികളാകുമ്പോൾ വേർഡ്സ് ലെറ്റേഴ്സ് ജംപിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രായമുള്ള കുട്ടികൾക്കല്ലേ ജംപിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അങ്ങനെയല്ല, പ്ലെയിൻ റെക്കോർഡിലാണ് എഴുതേണ്ടത്. കാരണം നമുക്ക് ഇതിൽ പിക്ചേഴ്സ് കുറെ വരും. അതുകൊണ്ട് ഉണ്ടെങ്കിൽ, ഇനി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കുറെ വേർഡ് ലെറ്റേഴ്സ് അങ്ങനെ ഒരുമിച്ച് ഒരു ബോക്സിലാക്കി എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ
കാണാനായിട്ട് പറ്റും. വോൾഫ്, ഫോക്സ്, ഓക്സ്, ലയൺ, അങ്ങനെ 4 അനിമൽസ് ആണ് എനിക്ക് ഈ വേർഡ് പസിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ? അതുപോലെ ക്ലിയർ ആയില്ല, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. മിസ് പുസ്തകം ഒന്ന് വിട്ടുപിടിച്ച കാണാൻ പറ്റും. ഇപ്പഴോ? ഇപ്പൊ കാണാം. ഓക്കെ, അപ്പൊ ഇത് അനിമൽസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ അനിമൽസ് എന്നുള്ള രീതിയിൽ വെക്കുക, ബേർഡ്സ് ആണെങ്കിൽ ബേർഡ്സ് വെക്കുക, അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ ചിലർ ചോദിച്ചു, ഇത് തന്നെ ആ ആൻസർ ഒളിഞ്ഞിരിക്കുവാണല്ലോ ആ അനിമൽസിന്റെ വേർഡ് എന്നുള്ളത്, അതിന്റെ പിക്ചേഴ്സ് വേറെ ഇല്ലാത്ത പിക്ചേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്ത് അങ്ങനെ ക്ലൂ ആയിട്ട് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയും ചെയ്യാം. ക്ലിയർ ആയോ? ഇപ്പൊ വൂൾഫ്, ഫോക്സ്, ഓക്സ്, ലയൺ ആണ് ഇന്ത്യയിലുള്ള 4 അനിമൽസ്. ഞാൻ ഈ 4 അനിമൽസിന്റെ പിക്ചർ ഞാൻ ലെഫ്റ്റിൽ ഒട്ടിച്ചു വെക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ ഇല്ലാത്ത കുറേയും കൂടെ ഒട്ടിച്ചു വെക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് ഒരു ക്ലൂവും കൂടി ആണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യിക്കാം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. ഒരു ഹിന്റ് എന്നുള്ള രീതിയിൽ ബോക്സ് പോലെ ആക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഒരെണ്ണേ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് കുറേ ചെയ്യാം. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ, കുറെ ചെയ്യാം. നെക്സ്റ്റ് വൺ ഒരു ക്രോസ് വേർഡ് പസിൽ പോലെയാണ്. കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം പേര് ഈ ഒരു ക്രോസ് വേർഡിനകത്തുണ്ട്. അതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ആക്കുക. ക്രോസും ഉണ്ട്, അതുപോലെ ഡൗൺ വേർഡും ഉണ്ട്. ഒരുമിച്ച് ഗ്രൂപ്പ് ആക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ക്രോസ് വേർഡിന്റെ റോയും കോളവും സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം റോയും കോളും സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ കളക്ട് ചെയ്ത പിക്ചേഴ്സ് ഇതിൽ വരുന്ന രീതിയിലും ആണ് വേണം എഴുതാനും എല്ലാം. മാം ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡില് നമ്മൾ പിക്ചർ ഒട്ടിച്ചിട്ട് റൈറ്റ് സൈഡില് നമ്മൾ ഇത് ABCD എഴുതത്തില്ലേ, അത് ഇപ്പൊ ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റിന് തന്നെ വരയ്ക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണോ? അതെ, പല ലെറ്റേഴ്സും അവിടെ ഉണ്ടാവും. നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കണം ഈ അനിമൽസ് എവിടെയാണ്. ജിറാഫ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുപോലെ കാങ്കറൂവും ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചെയ്ത് കാണിക്കാം. പോലെ ആ പിക്ചേഴ്സിന്റെ വേർഡും അല്ലാതെയും വേർഡ്സ് ലെറ്റേഴ്സ് അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് മാത്രല്ല ക്രോസ് വേർഡിൽ കാണുന്നത്, വേറെ പല പല വേർഡ്സ് ഉണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് പോകണം. അതാണ് ആക്ടിവിറ്റി. മുഴുവൻ നമ്മൾ ചെയ്യേണ്ട. ദിസ് ഇസ് ഓൺലി ക്വസ്റ്റ്യൻ. ഒരെണ്ണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി 1 or 2 നമുക്ക് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ഒരു കലണ്ടർ ഉണ്ടാക്കുകയാണ്. മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെക്കിംഗ്. നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന നമ്മളുടെ കലണ്ടർ. ഞാൻ ഇംഗ്ലീഷ് കലണ്ടർ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ കോഴ്സ് ചെയ്ത സമയം, കോഴ്സ് എൻഡ് ആവുന്ന ഇയർ എന്ന് പറയുന്നത് 2017 ആയിരുന്നു, 2017. അപ്പൊ ഞാൻ 2017 കലണ്ടറാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് 2025 2026 കലണ്ടർ ഉണ്ടാക്കാം. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, കലണ്ടർ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം 12 months കലണ്ടറിൽ വരണം അല്ലെ? 12 months കലണ്ടറിൽ വരണം. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കിയത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെക്കിംഗ്. നമ്മൾ ചൈൽഡ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ് നമുക്ക് അതിൽ കൊടുക്കാം. അവയർനെസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് കോഡ്സ് കൊടുക്കുമായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ലെഫ്റ്റ് സൈഡിൽ എഴുതി. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലെഫ്റ്റ് സൈഡ് പേജിലെ ക്വസ്റ്റ്യൻ എഴുതി. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് മന്ത് എഴുതി, ജനുവരി എന്നുള്ള മന്ത് എഴുതി. നോക്കിയാൽ കാണാം ഈ ഒരു പോർഷനിൽ ഞാൻ ചൈൽഡിന്റെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഡ്സ് എഴുതിയിട്ടുണ്ട്. കാണാമോ? സാധാരണ ഇംഗ്ലീഷ് കലണ്ടർ ചെയ്യുന്ന പോലെയാണ് എഴുതിയത്. ആദ്യം സൺഡേ ആയിരിക്കുമല്ലോ വരുന്നത്. അത് ഞാൻ പിങ്ക് കളറിൽ കൊടുത്തു. ബാക്കി ഗ്ലിറ്റർ പെൻ ആണ്, ബാക്കി ബ്ലൂ, പിന്നെ വരച്ചത് യെല്ലോ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മന്തിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇപ്പൊ Jan 26 റിപ്പബ്ലിക് ഡേ അങ്ങനെ കൊടുക്കാം. October 2 ഗാന്ധി ജയന്തി, അങ്ങനെ ഓരോ സ്പെഷ്യൽ ഡേയ്സ് വരുന്നതും വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഞാനത് ചെയ്തില്ല. ആകെ ഞാൻ ചെയ്തത് June 12
വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞിട്ടൊരു ജൂൺ 12 അത് മാത്രമാണ് ഞാൻ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് എന്തും ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, നമ്മളുടെ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് കലണ്ടറിലെ മലയാള മാസവും പിന്നെ ഹിജ്റ അറബ് കലണ്ടറിന്റെ ഡേറ്റ്സും കൊടുക്കാറുണ്ടല്ലോ, അതും കൂടെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഇറ്റ്സ് യു ക്യാൻ, അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഡേയ്സ് വരുന്ന ഇംഗ്ലീഷ് കലണ്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കോഡ്സ് എഴുതി സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് പേജ് കാണിച്ചാൽ മതിയല്ലോ. അടുത്തത് ഫെബ്രുവരി മാർച്ച് നെക്സ്റ്റ് പേജിൽ വന്നു. ചിൽഡ്രൻസ് ഡേനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ മാം? എഴുതാം. പിന്നെ ചിലര് കലണ്ടർ ചെയ്തപ്പോ ഇതിന്റെ കൂടെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ പേസ്റ്റ് ചെയ്തു കേട്ടോ, പല പല ഏജിൽ വരുന്ന രീതിയിൽ ഓരോരോ മന്തിലും കുട്ടികളുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്തു. അങ്ങനെ 12 മന്ത്സ് നിങ്ങൾ വരച്ച് എഴുതണം. ചില കുട്ടികൾ ഒരു പേജിൽ തന്നെ നമ്മളുടെ കലണ്ടർ ഉള്ള പോലെ തന്നെ ഒരു 2 മന്ത് വരില്ലേ, അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് കുറച്ച് ചെറുതായി പോകും. ഞാൻ പക്ഷെ ഓരോ മാസവും ഓരോ പേജ് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ചൈൽഡ് ഇൻ പെയിൻ ഈസ് നോ ഗെയിൻ, എഡ്യൂക്കേഷൻ ഈസ് ദെയർ ബർത്ത് റൈറ്റ്, ഇതൊക്കെയാണ് കോഡ്സ് ആയിട്ട് എഴുതിയത്. ചിൽഡ്രൻ ഡിസേർവ് ബെറ്റർ, ചൈൽഡ് ഈസ് മെൻ ടു ലേൺ നോട്ട് ടു ഏൺ. അങ്ങനെ ഓരോ മന്തിലും ഓരോ ഇത്. ജൂൺ 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, കിഡ്സ് ഡിസേർവ് ടു ബി ഹാപ്പി, ഹെൽത്തി ആൻഡ് സേഫ്, let children be children, children are a wonderful gift, there is a brilliant child locked inside every student, small hands can handle a pen better, school is the best place to work. സ്ലോഗൻ എഴുതണോ മാം? എന്തോ സ്ലോഗൻസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാല്ലേ? ഇഷ്ടമുള്ളത് എഴുതാം. എല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ എനിക്ക് ഡിസംബർ എൻഡ് ചെയ്തത് ലെഫ്റ്റ് സൈഡിലാട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഈ പേജിൽ തുടങ്ങുന്ന ഒരു സുഖമില്ലല്ലോ, അപ്പൊ ഞാൻ അവിടെ മറിയാം മോണ്ടിസോറിയുടെ ഒരു കോട്ടും കൂടെ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് പേജിൽ, ഇവിടെ റൈറ്റ് സൈഡിൽ. അപ്പൊ നെക്സ്റ്റ് പേജിലാണ് അടുത്ത ആക്ടിവിറ്റി ചെയ്തത്. കലണ്ടർ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഡ്രോയിങ്ങിന്റെ പാർട്സ്, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ജിക്സോ പസിലൊക്കെ ചെയ്യുന്ന പോലെ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരുമിച്ച് ചേർത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. ഞാനിവിടെ എലിഫന്റിനെയാണ് സെലക്ട് ചെയ്തത്. 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു, ഓർഡറിൽ ഒട്ടിച്ചില്ല, അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു വെച്ചു. കുട്ടികൾക്ക് നമ്മൾ ഒട്ടിച്ച് വെക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അതിനെ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു ബോക്സിൽ ആ പേപ്പർ പാർട്സ് കൊണ്ടുപോയിട്ട് കുട്ടികളെ കൊണ്ട് അത് ജോയിൻ ചെയ്യണം. അതാണ് ഇത്. നമുക്ക് റെക്കോർഡിൽ പക്ഷെ പേസ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് ലൂസായി പോകുമല്ലോ. ഇത് നമുക്കൊരു മോഡലാണ്, നമുക്ക് മനസ്സിലാക്കാൻ ഒരു മോഡലാണ്. ഇതുപോലുള്ള ആക്ടിവിറ്റി ചെയ്ത് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാം, കുട്ടികളെ കൊണ്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ കോപ്പി ആയിട്ട് 4 പിക്ചേഴ്സ് താഴെയുണ്ട്. പക്ഷെ കണ്ടാ ഒരുപോലെ ഇരിക്കുമെങ്കിലും പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ സിമിലാരിറ്റി തോന്നും. പക്ഷെ അവർ തമ്മിൽ ആദ്യത്തെ പിക്ചറുമായിട്ട് ബാക്കി 4 പിക്ചേഴ്സിന് ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക. അതാണ് നെക്സ്റ്റ് വൺ. ഞാനിവിടെ ഒരു റാബിറ്റിനെയാണ് വരച്ചത്. നിങ്ങൾ നോക്കിയാൽ കാണാം എ എന്നുള്ള റാബിറ്റ്, താഴെ 4 എണ്ണം വേറെ. പക്ഷെ ഈ 4 എണ്ണവും എയിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. മുസ്താഷ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹെയർ ആയിരിക്കും കുറവ്, ചിലതിന് 2, ചിലതിന് 3. പിന്നെ വാലിൽ വ്യത്യാസം ഉണ്ടാവും, വാലില്ലാത്ത റാബിറ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ കാലിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചെവിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അതൊക്കെ നോക്കി അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അത് ഏത് പിക്ചർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ റാബിറ്റിനെ വരച്ചോന്നേ ഉള്ളൂ. ദാറ്റ്സ് അപ് ടു യു. മാം ഒന്നും കൂടെ ആ പിക്ചർ ഒന്ന് കാണിക്കുക. മാം ഇതിൽ നമുക്ക് നിഴലും ആക്കാലോ അല്ലെ? നിഴൽ ചിത്രം പോലെ കറക്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെ ഒരു ആക്ടിവിറ്റി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഒരു പിക്ചർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് അതിനെപ്പറ്റി റൈറ്റ് സ്റ്റോറി, ലെറ്റ് ദം റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ഇറ്റ്. സ്റ്റോറി എഴുതുന്നതാവാത്ത കുട്ടികളുണ്ടാവുമല്ലോ. 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ എഴുതുമായിരിക്കും. KG കുട്ടികൾക്ക് എഴുത്തായി വരുന്നില്ലേ, റൈറ്റിംഗ് ആയി വരുന്നില്ലേ ഉള്ളൂ. റൈറ്റിംഗ് സ്കിൽ ആവാത്ത കുട്ടികളെ കൊണ്ട് പറയിച്ചാലും മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ആ പിക്ചറിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. ഞാൻ സെലക്ട് ചെയ്ത പിക്ചർ ഇതാണ്.
ഒരു കുട്ടിയുണ്ട്, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൺ, സ്ക്യൂറൽ, ബേർഡ്, ട്രീ, ഫെൻസ് എല്ലാം ഉണ്ട്, ക്ലൗഡ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് പിക്ചർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് തന്നെ ഒരെണ്ണാവണ്ട, 2 or 3 ചെയ്യാം. നെക്സ്റ്റ് റിവേഴ്സ് കളറിങ്. നമുക്കറിയാം കൊച്ചു കുട്ടികൾ ആദ്യം കളർ ചെയ്താണ് പഠിക്കുന്നത്. വാക്സ് ക്രയോൺസോ ഓയിൽ പെൻസിൽസോ കളറിംഗ് പെൻസിൽസ് ഒക്കെ ഉപയോഗിച്ച് ഒരു കളർ ചെയ്യൂല്ലേ. അപ്പൊ പലപ്പോഴും കുട്ടികളെ ക്രയോൺസ് കൊണ്ടൊക്കെ കളർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം പിക്ചറിന്റെ പുറത്തേക്ക് പോകും. അവർക്ക് ഇതിന്റെ ആ ഒരു ഇതിനകത്ത് തന്നെ കളർ ചെയ്യാനായിട്ട് പറ്റാറില്ല. പലപ്പോഴും അവർ കളർ ചെയ്ത് വരുമ്പോൾ പുറത്തേക്ക് പോകും. അപ്പൊ അത് അവരുടെ ഒരു കോൺസെൻട്രേഷൻ കൂട്ടാനും ആ ഒരു പൊട്ടൻഷ്യൽ അവരുടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിവേഴ്സ് കളറിങ്. പിന്നെ അവരുടെ ഒരു ഇമാജിനേഷൻ, എങ്ങനെയാണ് അവർ ചുറ്റുമുള്ള പലതിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഓർമ്മ വെച്ചിട്ട് കളർ ചെയ്യും. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ പ്രത്യേകത നമുക്കറിയാം. ബട്ടർഫ്ലൈയുടെ ലെഫ്റ്റും റൈറ്റും സിമെട്രിക്കൽ ആണ് അല്ലെ. ബട്ടർഫ്ലൈയെ നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ടുള്ള വാച്ച് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് അറിയാം 2 സൈഡിലെ കളർ ഒരുപോലെയാണെന്ന്. അപ്പൊ അവർ അതിനനുസരിച്ച് കളർ സെലക്ട് ചെയ്യും. അപ്പൊ ഇതില് കുറച്ച് പാർട്സ് വൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ വൈറ്റ് പാർട്സ് ആണ് കളർ ചെയ്യേണ്ടത്. ബാക്കി സ്ഥലമൊക്കെ നമ്മൾ ഷെയ്ഡിങ് പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് വൈറ്റ് ആയിട്ട് ഇടാട്ടോ, നോ പ്രോബ്ലം. ഷെയ്ഡിങ് പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കുട്ടികൾക്കപ്പോൾ ആ വൈറ്റ് പാർട്ട് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കളർ ചെയ്യാൻ നോക്കും, പുറത്തേക്ക് പോകാതെ. അപ്പൊ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഒക്കെ കൂട്ടാനായിട്ട് പറ്റും. ഇത് അവരുടെ ചുറ്റുപാടും അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ 2 വിങ്സും ഒരേപോലെ ഇരിക്കണം. അപ്പൊ അവർ അതിനനുസരിച്ച് കളർ സെലക്ട് ചെയ്യും. പിന്നെ അതല്ല അവരങ്ങനെ ചെയ്യുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കളർ ചെയ്യുന്നതെങ്കിൽ നോ പ്രോബ്ലം. ലോട്ടസ് എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് എന്ത് പിക്ചർ എടുക്കാം. ഞാനൊരു ബട്ടർഫ്ലൈ എടുക്കുന്നു മാത്രം. നെക്സ്റ്റ് പടം വരയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ്. കണ്ടോ, ഒരു ടെഡി ബെയറിനെയാണ് വരച്ചിരിക്കുന്നത്. ടെഡി ബെയറിന് ഫസ്റ്റ് ഒരു സർക്കിൾ വരച്ചു, പിന്നെ ചെവി വരച്ചു, മൂക്ക്, കണ്ണൊക്കെ വരച്ച്, കൈയൊക്കെ വരച്ചിട്ട് ടെഡി ബെയർ ആക്കുക. അതുപോലെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഏത് പിക്ചേഴ്സും സെലക്ട് ചെയ്യാം. നമുക്ക് നമ്പറും ലെറ്ററും ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ വരക്കാനുള്ളതൊക്കെ വരച്ചുകൂടെ? ഏതാ? നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ പിക്ചേഴ്സ് വരക്കില്ലേ, അതൊക്കെ നമുക്ക് ആഡ് ആക്കിക്കൂടെ ഇതില്? ഏതാ ഉദ്ദേശം? എങ്ങനെയാ നമ്പേഴ്സും ലെറ്റേഴ്സും? നമ്മളിപ്പോ രണ്ട് ഇട്ടിട്ട് 2 കൊണ്ട് ബേർഡിനെ ഒക്കെ വരക്കൂലേ, അതുപോലെ 5 ഇട്ടിട്ട് അതുപോലെയൊക്കെ വരക്കാം. അങ്ങനെ ഓരോ പാർട്ടായിട്ട് കൊടുത്തൂടെ? ചെയ്യാം. കുട്ടികൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഈ റെക്കോർഡിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് സെലക്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അത് ആ ഒരു ഏജിലെ കുട്ടികൾക്ക് പറ്റുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പിക്ചർ നോക്കിയിട്ട് സെയിം ഇപ്പുറത്തെ ബോക്സിലേക്ക് വരയ്ക്കുക. പെൻസിൽ കൊണ്ടാണ് വരച്ചേക്കുന്നത്. അത്രയൊക്കെ നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊരു സിമ്പിൾ പിക്ചർ സെലക്ട് ചെയ്തു, എളുപ്പത്തിന് വരയ്ക്കാൻ പറ്റുന്നത്. അത് ഇപ്പുറത്തെ ബോക്സിലേക്ക് വരച്ചു വെക്കും. പിന്നെ ചുമ്മാ ഒരു പിക്ചർ കൊടുക്കുന്നു, അവരോട് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യാൻ പറയും. ഓഡ് വൺ കണ്ടുപിടിക്കുക, ഗ്രൂപ്പിൽ പെടാത്തത് അല്ലേ. ബക്കറ്റ്, ടൗല്, സോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പെടാത്തത് നമുക്കറിയാം നോട്ട്ബുക്ക്. മാം പിക്ചർ തൊട്ടുള്ള കാണിക്കോ? പിക്ചർ തൊട്ടുള്ള ആദ്യം മറ്റേ ചെടിയുടെ കഴിഞ്ഞിട്ടുള്ള ചെടിയോ? ചെടിയുടെ ഇല്ലേ, ചെടി കഴിഞ്ഞുള്ളത്. ഇതേ പിക്ചർ തന്നെ വരയ്ക്കണം എന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കാം. ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കളർ ചെയ്യാനായിട്ടൊരു പിക്ചർ സെലക്ട് ചെയ്യാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓഡ് വൺ. എന്തുമാകാം. ഞാനിപ്പോ കുട്ടികള് ബാത്റൂമിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം നോട്ട്ബുക്ക് അവിടെ ഇല്ലാത്തവർ. പിന്നെ നോർമൽ ആൽഫബറ്റ്സിനും ഡിജിറ്റ്സിനും കളർ കൊടുക്കുക. ആൽഫബറ്റ്സും ഡിജിറ്റ്സും ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ട്രേസ് ചെയ്യുമ്പം ആ ഒരു
ലെറ്ററിന്റെ ഇമേജ് അവരുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ഫീഡ് ആകും. അതിന് വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. നേരിട്ട് അവരെ കൈ പിടിച്ച് ആൽഫബറ്റ്സും നമ്പേഴ്സും ഒന്നും നിർബന്ധിച്ച് എഴുതിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം, അടിയിലേക്ക് കാണാൻ പറ്റുന്നില്ല പോയിന്റ്സ്. ഇനി പോയിന്റ് ഉണ്ടോ അടിയില്? കളർ ടു പിക്ചർ യൂസിങ് ക്രയോൺസ് ആണ് ലാസ്റ്റ് പോയിന്റ് കിടക്കുന്നത്. ഓക്കെ. ഓക്കെ, ആൽഫബറ്റ്സിന് കളർ ചെയ്യാം. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്പേഴ്സ്. പിന്നെ ഷോ ദ വേ, നമുക്കറിയാലോ വഴി കാണിക്കുക. ഒരു പപ്പിക്ക് അതിന്റെ കിണലിലെത്താനുള്ള വഴി, അതാണ് ഞാൻ ചെയ്തത്. അഥവാ വഴി ഇങ്ങനെ കുറെ ഇങ്ങനെ വരച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്താൽ മതി, ഒരെണ്ണം മാത്രം ഓപ്പൺ ചെയ്ത് വെക്കുക. എടുക്കാട്ടോ. നമ്മള് ചെയ്യണ്ടല്ലോ ആൻസർ, അതിന്റെ ആൻസർ ചെയ്യണ്ടല്ലോ. ചെയ്യണ്ട, ഒന്നിന്റെയും ആൻസർ ചെയ്യണ്ട, എല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻ മതി. നെക്സ്റ്റ് റിവേഴ്സ് കളറിംഗ്. സെയിം കുറച്ച് മുമ്പ് ബട്ടർഫ്ലൈ കാണിച്ചില്ലേ, ആൽഫബറ്റ്സും നമ്പേഴ്സും ഇതുപോലെ റിവേഴ്സ് കളറിംഗ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ആൽഫബറ്റ്സും നമ്പേഴ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വൈറ്റ് പാർട്ടായിട്ട് കൊടുക്കുക, അത് കളർ ചെയ്യുക. യൂസിങ് സ്കെച്ച് പെൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കെച്ച് പെന്ന് തന്നെ കുട്ടികൾക്ക് കൊടുക്കണമെന്നില്ല കേട്ടോ. കാരണം സ്കെച്ച് പെന്നിന്റെ ഒരു പ്രശ്നം, നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് സ്മഡ്ജ് ആകും. അത് ഒഴിവാക്കാനായിട്ട് ബാക്ക് സൈഡിലേക്ക് അതിന്റെ കളർ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പം ബാക്ക് സൈഡിൽ നമ്മൾ എന്തെങ്കിലും എഴുതുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് പാടായിരിക്കും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഇങ്ങനെ കളർ പിടിച്ച പോലെ ഇരിക്കും. പിന്നെ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. കൈറ്റിന്റെ ഷാഡോ ഇടുന്ന നേരത്തെ പറഞ്ഞല്ലോ, കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കും. ഇവിടെ ഈ പിക്ചറിൽ താഴെ കൊടുത്തിരിക്കുന്ന 3 പാർട്സിലെ ഒരു പാർട്ട് എന്ന് പറയുന്നത് മുകളിലുള്ള ഏതോ ഒരു പിക്ചറിന്റെയാണ്, അത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് പിക്ചർ ഡ്രോ ചെയ്യുക. അത് ഇതുപോലെ ബോക്സിൽ 4 പാർട്സ് ആയിട്ട് ഡിവിഷൻ ഉണ്ട്. ആ ബോക്സിനേക്കാളും വലിയ ബോക്സ് എൻലാർജ് ചെയ്ത് പിക്ചർ വരയ്ക്കാനുള്ള ഒരു മെത്തേഡ്. 4 പാർട്സ് എൻലാർജ് ചെയ്താൽ മതിയല്ലോ. നെക്സ്റ്റ് വൺ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാവും, അത് കളർ ചെയ്യുക. പക്ഷെ ആ പിക്ചർ ആരാ പേരറിയില്ല, ജോൺ ടി വിൽസൺ എന്ന് കാണുന്നു, ഒന്ന് യൂസ് ചെയ്യാമോ? ആരായിരുന്നു? ഓക്കെ, താങ്ക് യു. ഗീവ് കളർ ടു ദ പിക്ചർ ആസ് പെർ ദ നമ്പേഴ്സ് ഗിവൺ. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാവും, ആ പിക്ചറിന്റെ പാർട്സിനെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. 1, 2, 3 നമ്മുടെ നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ആ നമ്പറിന് ഓരോ കളർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ നോക്കിയിട്ട് ആ കളർ അനുസരിച്ച് കളർ ചെയ്യുക. അതാണ്. ക്ലിയർ ആയോ? മാം അതിന്റെ സൈഡിൽ കളർ കൊടുക്കണ്ടേ? യെല്ലോ, റെഡ്, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, അങ്ങനെ പറഞ്ഞ കളർ എഴുതിയിട്ടുണ്ട്. കുട്ടികളൊക്കെ നോക്കിയിട്ട് കളർ ചെയ്യണം. 2 പിക്ചർ തന്നിട്ടുണ്ട്, അവ തമ്മിൽ 4 ഡിഫറൻസസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക. ഞാൻ ടോം ആൻഡ് ജെറി അതാണ് കൊടുത്തിരിക്കുന്നത്, കിട്ടിയതാണ്. അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ആക്കും. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. മാം ഇതിനു മുമ്പുള്ളത് കാണിച്ചു തരുമോ? അതേതാ? ഡോട്ടിന്റെ ജോയിൻ ചെയ്ത് സാധാരണ കുത്തുകൾ യോജിപ്പിച്ചു. ഓക്കെ മാം. സ്ക്രീൻഷോട്ട് എടുക്കാനാണോ? അതെ. നെക്സ്റ്റ് മിസ്സിംഗ് ലെറ്റർ കണ്ടുപിടിക്കുക. ഇപ്പൊ ഓറഞ്ച് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലൂ ആയിട്ട്
പിക്ചറും കൊടുക്കാം. ഒരെണ്ണേ എഴുതിയിട്ടുള്ളൂ, എത്ര വേണമെങ്കിലും ചെയ്യാം. കുട്ടികളുടെ ഏജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. ഓപ്ഷൻസ് കൊടുക്കണോ മാം? ഓപ്ഷൻസ് പിക്ചേഴ്സിന്റെ രൂപത്തിൽ ചിലപ്പോൾ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. അല്ലാണ്ട് ലെറ്റർ ഓപ്ഷൻ കൊടുക്കണ്ട. ഒരു ക്ലൂവിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇതിൽ 4 പിക്ചർ കൊടുത്തിട്ടേ ഈ തന്നിരിക്കുന്നത് ആ പിക്ചറിലുണ്ട്. പെട്ടെന്ന് ഓറഞ്ച് കിട്ടുവാണെങ്കിൽ ജി എന്നുള്ളത് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയും കൊടുക്കാം, അതില്ലാതെ കൊടുക്കാം. ഡിപ്പെൻസ് ഏജിനനുസരിച്ച്. താഴെ മാച്ച് ദ ഫോളോയിങ് ആണേ, അത് ചെയ്യണ്ട കേട്ടോ, പിള്ളേര് ആരോ എടുത്ത് ചെയ്താണ്. ഓക്കെ, 3 പിക്ചേഴ്സ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 അതിൽ കൂടുതൽ എടുക്കാം. കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റുവേഷന്റെ പിക്ചേഴ്സ് ആണ്. അത് നോക്കിയിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇമാജിനേഷൻ അനുസരിച്ച്. ഇവിടെ ഒരു കുട്ടി, ഒരു പോസ്റ്റ്മാനും. നമുക്ക് ഊഹിക്കാലോ, നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, അവര് ഉള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, PDF ഏതാ? റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ആണോ? മിക്കവാറും കൊതുലി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉടനെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഹൈഡിങ് ക്രീച്ചറിനെ കണ്ടുപിടിക്കുക. ക്രീച്ചർ ആകാം, അനിമൽ ആകാം, ഒബ്ജക്ട്സ് ആകാം. ഓക്കെ, വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, ഒബ്ജക്ട്സ് ആകാം, അങ്ങനെയുള്ളത്. ഞാനിവിടെ ഒരു ഞാൻ ചുമ്മാ വരച്ചതാണ്. ഒരു പുല്ലിന്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഹൈഡിങ് ക്രീച്ചർ. ഉണ്ടോ? നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒബ്ജക്ട്സ്, ഒരു കുട്ടിയുടെ ഒരു ടോയ്, ബോൾ എന്തിന്റെങ്കിലും ഇടയ്ക്ക് കിടക്കുന്നോ, ആ ഒരു രീതിയിൽ എന്ത് വേണമെങ്കിലും. അപ്പൊ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ഒന്ന് മാറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഹൈഡിങ് ആനിമലിനെ കണ്ടുപിടിക്കുക. അതാണ് നെക്സ്റ്റ്. അത് ഞാൻ 4 എണ്ണം ചെയ്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ പിക്ചേഴ്സ് കൊടുക്കാം. കൗ, അടുത്തതില് ഓക്സ്, then യാക്ക്, then ഡീർ. കുട്ടികൾക്കാവുമ്പോൾ ജമ്പ് ചെയ്ത് തൽക്കാലം കൊടുക്കണ്ട. ചെറിയ കുട്ടികളാണെങ്കിൽ, വലിയ കുട്ടികൾക്ക് അഡോളസെന്റിലൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ വേർഡ്സ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ ഓർഡറിൽ തന്നെ COW തന്നെ റീഡ് ചെയ്യുന്ന രീതിയിലാണ്. ഫസ്റ്റ് ബോക്സിൽ താഴെ OX റീഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ താഴെ YAK എന്ന് റീഡ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ DER. ഓക്കെ, ക്ലിയർ ആയോ? മാം, ഇതൊന്ന് മറ്റേ ക്വസ്റ്റ്യൻ ഇല്ലേ, ഇതാണോ PDF ഇട്ടേക്കുന്നത്? ഇത് വന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടില്ലേ? ശരി. പിന്നെ അതും ഇത് ഓരോ നമുക്ക് എണ്ണം നമുക്ക് ഉൾപ്പെടുത്താം അല്ലെ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ആഡ് ചെയ്ത് പോവാം. ഇപ്പൊ റെക്കോർഡ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡും നല്ലപോലെ യൂസ് ചെയ്തോളൂ. മാം, ഇതിന് പുറമെ ഇനി റെക്കോർഡിൽ ചെയ്യാനുള്ളത് ഇനി തരുമോ ഇത് കഴിഞ്ഞാല്? എന്ത് തരാ ചെയ്യാനുള്ളതോ? അല്ല, ഈ 4ാമത്തെ റെക്കോർഡിൽ ഇപ്പൊ ഈ പറഞ്ഞ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞാല് ഇനി വേറെ തരുമോ അസൈൻമെന്റ്? ഞാനൊന്നും തരില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ വേറെ തരില്ല. ഞാനൊരു മോഡൽ എന്നുള്ള രീതിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. നോ പ്രോബ്ലം, അതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ, സോ ഇന്ന് റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് മാം, നമ്മൾ ഈ ഇപ്പൊ തന്നേക്കുന്ന റെക്കോർഡ് മുഴുവൻ നമ്മൾ വരയിടാത്ത ബുക്കിനകത്തല്ലേ നമ്മൾ ചെയ്യേണ്ടത്? വരയിടാത്ത കിട്ടുവാണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? നമുക്ക് വരയിടാത്ത കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു. വേറെ ഒന്നുമല്ല, ഇത് കൂടുതലും പിക്ചേഴ്സാ വരുന്നത്. അപ്പൊ ലൈൻ ഉള്ളതിനേക്കാളും ലൈൻ ഇല്ലാത്തതിൽ കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു. പക്ഷെ റെക്കോർഡ് നമുക്ക് 2 സൈഡും പ്ലെയിനും കിട്ടും, ഒരു സൈഡ് പ്ലെയിനും കിട്ടും. അപ്പൊ ഒരു സൈഡ് പ്ലെയിനിൽ നിങ്ങൾ ഡ്രോയിങ് റിലേറ്റഡ് ഉള്ളതെല്ലാം അവിടെ ചെയ്തിട്ട് എഴുതുന്നതെല്ലാം ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് അനിമൽസ്, നമ്മൾ ലെറ്റേഴ്സിന്റെ വേർഡ് പസിൽസ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ എഴുതുന്ന ഭാഗത്തും അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. അത് വളരെ കുറച്ചാണ്. കൂടുതലും പിക്ചേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ 4th റെക്കോർഡ് 2 സൈഡും പ്ലെയിൻ കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ,
നിങ്ങൾക്ക് റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസിന് വന്നിട്ടുണ്ടാവും. പിന്നെ ഓൾറെഡി മറ്റേത് കൊടുത്തു എന്നാ പറഞ്ഞത്, ഈ സബ്ജക്ട് ഡീറ്റെയിൽസ്. PGയുടെ ആവുമ്പോഴാണ് PGയുടെ മാത്രമായിട്ടുള്ളത് PG ക്ലാസ് റൂമിലായിരിക്കും തരുന്നത്. ഓക്കെ, ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? മാമിന്റെ നമ്പർ ഒന്ന് തരുമോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിരുന്നു. ഞാൻ തന്നില്ലായിരുന്നു നമ്പർ. ഇല്ല, തന്നില്ലായിരുന്നു. എന്നെ വിളിച്ചാൽ കോൾ എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതിയല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. വിളിക്കണ്ടെന്നല്ല പറഞ്ഞ, അത്ര എമർജൻസി ആണെങ്കിൽ യു ക്യാൻ കോൾ മീ. പക്ഷെ ഞാൻ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുക്കില്ല. അപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ മെസ്സേജ് ഇടുക. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ മെസ്സേജ് ഇടുക. അതെ, കുറേ മെസ്സേജ് വരും, എല്ലാത്തിനും റിപ്ലൈ ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നോട്ട് ഫോർ കോപ്പി ചെയ്യാന്നുള്ളതല്ല, നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരെണ്ണം കണ്ടാലും, അതിപ്പോ ഗൂഗിളിൽ കണ്ടാലും നമ്മളുടേതായിട്ടുള്ള ഒരു ടച്ച്, ഒരു ക്രിയേറ്റിവിറ്റി അതിൽ ഫുൾ അങ്ങനെ കോപ്പി ചെയ്യാതെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ അതിൽ ആഡ് ചെയ്യാം. നമ്മൾ ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പറയാൻ പറഞ്ഞത്. ഫുൾ അതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാൾ ചെയ്ത് അങ്ങനെ അനുകരിച്ച് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തി. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടുള്ള പിക്ചർ പറഞ്ഞു. ഞാൻ എളുപ്പത്തിൽ ഞാനൊരു സ്മൈലിനെയാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് അതൊരു ചെവിയും ഒക്കെ വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ നമ്മളൊന്ന് ഇംപ്രവൈസ് ചെയ്യാം. എല്ലാം അതുപോലെ തന്നെ എഴുതി വെക്കാതെ, ഗൂഗിളിലുള്ളതാണെങ്കിലും എഴുതി വെക്കാതെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യുക. അത് നന്നായിരിക്കും. എല്ലാം കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് പ്ലീസ്. മാം, പിന്നെ ഇത് ഓർഡർ തന്നെ ചെയ്യണമെന്നുണ്ടോ? എന്താണ്? ഇത് ഓർഡർ തന്നെ ചെയ്യണമെന്നുണ്ടോ? വേണമെന്നില്ല, നോ പ്രോബ്ലം. പക്ഷെ ഒരു റെക്കോർഡിലെ ഓർഡർ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം, പല റെക്കോർഡിലെയും കൂടെ മിക്സ് ചെയ്യരുത്, അതേ ഉള്ളൂ. ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ റെക്കോർഡിലെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. ഓക്കെ, പ്ലീസ്. എന്തെങ്കിലും ഉണ്ടോ? സൈൻ ഔട്ട് പ്ലീസ്. ഞങ്ങളുടെ കത്തുപാട്ടാണ് പറഞ്ഞത്. അറബി നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കും ബാപ്പയറിയാൻ അകമുരുകി കുറിക്കും മകൾക്കൊരു പറയാൻ ഒരുന്നു മകൾ കരഞ്ഞു കണ്ണീരൊഴിച്ചു കൊണ്ടാണുറക്കം നിഴലുപ്പ വിളിക്കുന്നതും നിഴച്ചു കൊണ്ടാ മയക്കം നിഴച്ചു കൊണ്ടാ മയക്കം ഉമ്മയും ഞാനും തനിച്ചാണു വീട്ടിൽ ഉള്ളം കരിഞ്ഞു കൊണ്ടി സ്വർഗക്കൂട്ടിൽ ഉപ്പാനെ ഓർത്തെന്നും നീറുന്ന മട്ടിൽ നാളുകൾ നീക്കും കാണാൻ കൽബ് കൊതിക്കും അറബി കുട്ടികൾ കളിക്കും നേരം മനസ്സിലോർമ്മ വരുമോ അരളി മര ചുവട്ടിലെന്റെ കളിപ്പന്തലിൽ വരുമോ ഇരുമ്പിപ്പായും വിമാനം കണ്ടാൽ ഇരുമിഴികൾ ഉയർത്തും അകലെ മിന്നി മറയും വരെ വിതുമ്പി കണ്ണീരുതിർത്തും കത്തിൽ ശിപായിയെ കാണാൻ ചോദിക്കും കത്തില്ല നോതി ശിപായി നടക്കും കത്തുന്ന കരളുമായി ഉമ്മ തിരിക്കും തേങ്ങലു മാത്രം ഉമ്മാക്കി വിധി മാത്രം എല്ലാരും ഉപ്പനെ കുറ്റം പറയും അത് കേട്ടെന്റെ ഉമ്മച്ചി പൊട്ടിക്കരയും എന്താണ് ഈ കഥയെന്ന് ആർക്ക് തിരിയും മനസ്സ് വേവുന്നു പല കഥകൾ കേൾക്കുന്നു പോകും മുൻപോത്തു പള്ളിയിൽ എന്നെ ചേർത്തി പോയായി പാപ്പാന്റെ കത്തും വന്നെത്തി പിന്നേക്കും കത്തൊന്നു നിർത്തി വല്യ പെരുന്നാള് നാള് കഴിഞ്ഞൊരു ഹാല് ഒരിക്കലെന്നാൽ കവിളിൽ മുത്തം മണത്തിടുവാൻ കൊതിയായി ഉണങ്ങിയെല്ലും തൊലിയുമായി എൻ്റെ ഉമ്മച്ചിക്കാര് തുണയായി പണവും പൊന്നും അയച്ചില്ലേലും വരണമാ
മാസം വരണേ, പൊരിഞ്ഞുരുകി മരിക്കും മുമ്പിൽ കവിളിൽ മുത്തം തരണേ. സൈമോൻ ഉമേറ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. അധികം പെൻഡിങ് കൊണ്ട് വെക്കാതെ ചെയ്ത് പോവാട്ടോ. കാരണം പ്രീവിയസ് ബാച്ചിന്റെ ഒക്കെ വൈവ സമയമാകുമ്പോഴേക്കും അവർക്ക് ലാസ്റ്റ് മീൻസ് വൈവ ആയിട്ട് കൂടിയിട്ടും ഇനി ആക്ടിവിറ്റീസ് എല്ലാം ആദ്യം കൊടുത്തു, ലാസ്റ്റ് വൈവ ആയിട്ട് കൂടിയിട്ടും അവരെ കൊണ്ട് പെൻഡിങ് വെച്ച് ബുദ്ധിമുട്ടിയിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാണെങ്കിലും അഖില എന്ന് പറഞ്ഞ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട്, ഒന്ന് ആഡ് ചെയ്യാമോ? അഖിലയുടെ നമ്പർ എത്രയാന്ന് പറഞ്ഞാമ? 9074 9074 53 53 27 63 9074532763 അല്ലേ? കറക്റ്റ്. ഓക്കെ ഓക്കെ. താങ്ക് യു.